മല്ലിച്ചപ്പ് പെട്ടെന്ന് വാടിപ്പോകുന്നുണ്ടെങ്കിൽ ഒരു ബോക്സിൽ അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ച് മേലെ മല്ലിച്ചപ്പ് വെച്ച് വേറെ ടിഷ്യൂ പേപ്പർ അതിൻ്റെ മേലെ വെച്ചിട്ട് കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ചിക്കൻ കറി വെക്കുമ്പോഴോ പൊരിക്കുമ്പോഴോ കുറച്ച് തൈരും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളുത്തുള്ളി പൊളിക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഇളം ചൂട് വെള്ളത്തിൽ വെളുത്തുള്ളിനെ 10-15 മിനിറ്റേക്ക് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അത് ഈസി ആയിട്ട് അങ്ങ് പൊളിഞ്ഞു വന്നോളൂ. ഈ കരിവേപ്പിലൊക്കെ ഞങ്ങൾ ഫ്രിഡ്ജിൽ കവറിലാണ് വെക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് ഒരു ഉണങ്ങിയ ഡബ്ബയിൽ കരിവേപ്പിലേനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലോടെ കൂടി തന്നെ 1 മാസത്തോളം അത് നീണ്ടെടുക്കും. നാരങ്ങയിൽ കുറേ നീരിട്ടണമെങ്കിൽ അത് മുറിക്കുന്ന മുന്നേ ഞങ്ങളൊരു പലകയിൽ വെച്ച് അതിനിങ്ങനെ നല്ല ഉരുട്ടിയതിന് ശേഷം മുറിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറേ വെള്ളം കിട്ടും. ഈ മിക്സി ജാറിലത്തെ മസാലേൻ്റെ അഴുക്ക് പോക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ വിം ലിക്വിഡ് ഇട്ടതിന് ശേഷം മിക്സി ഇട്ട് അടിച്ചാൽ മതി. അപ്പോൾ ആ അഴുക്കൊക്കെ പോയിക്കോളും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, RB Talk സബ്സ്ക്രൈബ് ചെയ്യുക.